എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നല്ലൊരു മഞ്ഞാണ് ഇത്, നല്ല മഴയുണ്ട്. അത്യാവശ്യം നല്ല മഴയാണ്. മഴത്ത് വ്യൂ പോയിന്റും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എല്ലാവരും വന്നിട്ട് കുറച്ച് ആൾക്കാർ മേലെയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ ട്രിപ്പാണ്. അപ്പൊ ഇന്നലത്തെ രാത്രിക്കത്തെ ഷോട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് വരിക. ചെങ്ങായിന്റെ ഓർഡർ സെറ്റ് ചെങ്ങായി നമ്മളെ കോഴി സെന്റർ ഇറക്കിയിട്ട് ഓന്റെ പെരി പോയി. തുടങ്ങുന്നത് 11 മണിക്കാണ്. നമ്മളപ്പോ 8:45 തന്നെ ഇവിടെ കോഴി സെന്ററിൽ എത്തിയിട്ട് കുറച്ച് മാഷുമാരും കുറച്ച് കുട്ടികളും മാത്രമേ വന്നിട്ടുള്ളൂ കോഴി സെന്ററിൽ. ബസ്സിന്റെ മുമ്പിൽ വെച്ച് കണ്ട് കത്തിച്ചാലുള്ള പൂത്തിന് മേശാവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ആക്കി കണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ ട്രിപ്പിനുള്ള എല്ലാ ചെക്കന്മാരും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫൈനലി നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ബസ്സിന്റെ പേരാണ് കനിഷ്ക എന്നാണ്. അപ്പൊ അത്യാവശ്യം സെറ്റപ്പ് ഉള്ള ബസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ബസ്സിന്റെ മുമ്പിൽ വെച്ച് കണ്ട് പൂത്തിനും മേശാവും ഒക്കെ കത്തിച്ചു തുടങ്ങി. നമ്മള് മേശാപ്പും കാര്യങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ അറ്റൻഡൻസും ഒക്കെ എടുത്തുകൊണ്ട് പിന്നെ ബസ് കയറി. ബസ്സിന്റെ ഉള്ളിലാണ് അങ്ങനെ 3 മണിക്കൂറോളം ചാട്ടും തുള്ളും കാര്യങ്ങളൊക്കെ. ഇനി അത്യാവശ്യം എല്ലാവരും ഓണും കാര്യങ്ങളും ഏകദേശം 3 മണിക്കൂറിന്റെ ചാട്ടം തുള്ളലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഉറക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എല്ലാവരും സൈഡായി. ഞാൻ ഇരുന്നീന്ന് ഫ്രണ്ടിൽ ഇനി അത്യാവശ്യം കാലും കൈയൊക്കെ നീട്ടി ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഓണം വയ്ക്കുന്ന ചെക്കന്മാർക്ക് എല്ലാവർക്കും മൂത്രയിച്ചാൽ മുട്ടിയപ്പോൾ ഒരു പമ്പിലും കാര്യങ്ങളൊക്കെ നിർത്തി. പിന്നെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പിന്നെയും സ്റ്റാർട്ട്. ഡ്രൈവറിന് ചായ കുടിച്ചാനായിട്ട് വണ്ടി സൈഡാക്കിയപ്പോൾ ചെക്കന്മാരെല്ലാവരും ഉറങ്ങിയേന്. അപ്പോൾ ആരും വിളിച്ചാതെ ഞാനും ഡ്രൈവറും കൂടി പോയി ചായ. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിക്കാണ്ട് നമ്മൾ അങ്ങനെ രാവിലെ ആയപ്പോൾ നീച്ച്. അപ്പോൾ അത്യാവശ്യം നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് പുറത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ചുകൂടി കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ ബസ്സിന്റെ ക്യാബിനിൽ പോയി. അവിടുന്നുള്ള കാഴ്ച ആണെങ്കിലും അത്യാവശ്യം നല്ല രസമുള്ള ഒരു കാഴ്ചയും കോടമഞ്ഞും കാര്യങ്ങളും റോഡ്. ഫൈനലി നമ്മൾ അങ്ങനെ ഫസ്റ്റത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഫസ്റ്റ് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് കഴിക്കാണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ ഉറക്കത്തുനിന്നാണ് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ നീച്ച് വരണുള്ളൂ. കുറച്ച് ആൾക്കാർ ആദ്യം മല കാര്യങ്ങളൊക്കെ കയറാൻ പോയിട്ടുണ്ട്. അപ്പൊ പിന്നാലെ നമ്മൾ പോയൊക്കെ. അപ്പൊ നമ്മൾ കിടിലം വ്യൂ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. കിടിലം മഞ്ഞാണ്, കിടിലം മഞ്ഞ്. അപ്പൊ നമ്മള് എത്തിയപ്പോ തന്നെ ചെറിയ ചീറ്റന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത്യാവശ്യം നല്ല വൈബ് പറഞ്ഞ പൊളി വൈബ്. അപ്പോൾ ചങ്ങായിമാരും കാര്യങ്ങളൊക്കെ പുറത്ത് അടിയിലേക്ക് ഇറങ്ങാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഫുള്ള് കോടിയും കാര്യങ്ങളും. ഓഫ് ഏതാ മൂടി, പൊളി മൂടി. അപ്പോൾ സാറുമാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മളെ ക്ലീനറും കാര്യങ്ങളും ചെവിയും കാര്യങ്ങളൊക്കെ നല്ലതീ അടിച്ചു പോയിട്ടുണ്ട്. ചെവി വേനായിട്ട് വയ്ക്കും. അപ്പം മഴയും ചാറ്റൽ മഴയും പിന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴും ഫുള്ള് കോട. ഇവിടെ ഉള്ള ഒരു റിസോർട്ടാണ്, അത് ഫുള്ള് കോടമഞ്ഞ് കാണുമ്പോൾ. ഇപ്പം നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ അടിയിലാണ്. അപ്പോൾ ആദ്യം ഫ്രഷ് ആവാനായിട്ട് നമ്മൾ റൂമുക്കും കാര്യങ്ങളും വന്നതാണ്. ഫുള്ള് ബാത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫുൾ കോട. ആ പെരല്ല എന്തോ ഒരു ബിൽഡിംഗ് ആണ്, അത് കാണുന്ന പോലെയാണ്. ഈ സൈഡ് കാണാം ഫുള്ള് കോട. എജാതി തണുപ്പറിയാം. കുടിയും കാര്യങ്ങളൊന്നും ചെയ്യുവാറുണ്ട്. നമ്മളെ ആ മലയിൽ നമ്മൾ കയറിയെന്ന് അവിടെ കവാടയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് വെളിച്ചം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫുൾ കോട തന്നെ ഇവിടെ. ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളിച്ച റൂം കാണിച്ചു തരാം. ഇത് മാഷുമാരൊപ്പം നമ്മൾ കുളിച്ചിരുന്നത്. നോർമൽ ഒരു റൂമാണ്. A to Z നമ്മൾ വരും. അപ്പോൾ നമ്മൾ വൺ സെറ്റപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഷോ അതിൻ്റെ ഫാൻറ്റോ നമ്മൾ സാധാരണ പെട്ടെന്ന് ട്രിപ്പുണ്ടായത്. അപ്പോൾ നമ്മൾ ഫ്രഷും കാര്യങ്ങളൊക്കെ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ വന്ന് ഫുഡിനൊക്കെ ആണെങ്കിൽ എല്ലാവരും തിരക്കൂടും. എല്ലാവർക്കും അത്യാവശ്യം നല്ലത് ഈ പൈകണ്. കാരണം അത് തന്നെ നമ്മൾ ഒരു കുന്നും കാര്യങ്ങളൊക്കെ കയറാൻ പോയത്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും പൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാനാണ് കുറച്ച് ലേറ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ളത് കാര്യമായിട്ടുള്ളത് പൊറാട്ടയും ദോശയും വെള്ളപ്പവും. കാര്യമായിട്ടുള്ളത് കടലക്കറിയും മുട്ടക്കറിയും പിന്നെ ചായ. ഐറ്റംസ് ആണ് നമുക്ക് രാവിലത്തെ ഫുഡ് പറഞ്ഞിട്ട്. അത് നോർമൽ ഫുഡാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബസ് കയറിക്കാണ്ട് നമ്മൾ ട്രെക്കിങ്ങിനായിട്ട് വേറെ സ്ഥലത്ത് പോയി.
ഏകദേശം 7 ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പൊ ഫസ്റ്റത്തെ സ്പോട്ട് പറയുന്നത് ആമപ്പാറയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ശില്പം പറയുന്നത് ഇവിടെ ഉള്ളതാണ്. അവിടെ ഒക്കെ കുറച്ചാലും ചുറ്റി കറങ്ങിന്റെ പിന്നെ അതിന്റെ അടിക്കുള്ള പാറന്റെ ഉള്ളിൽ കൂടി അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിന്റെ ഉള്ളിൽ പോയി. അടിയും കാര്യങ്ങളൊക്കെ ഉള്ളവര് ഇതിന്റെ ഉള്ളിൽ കൂടി പോയത് ഈ കുടുങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അത്യാവശ്യം റിസ്കും കാര്യങ്ങളൊക്കെ ഉള്ള വയ്യും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഒരു തവണ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു ഭാഗം കൂടിയാണ് ഇത്. അടിയിൽ കൊക്കയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവയിൽ പോകുമ്പോൾ പേടിച്ചുകൊണ്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഓവർ എടുത്തിട്ടില്ല. എന്തായാലും കിടിലന് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കിടന്നിട്ടും മലന്നിട്ടും ഒക്കെയാണ് ഇത് ഈ പാറിന്റെ അടിയിൽ കൂടി നമ്മൾ പുറത്ത് കടന്നത്. അത്യാവശ്യം നല്ല രസമുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് സൂസൈഡ് പോയിന്റ് ഒക്കെ ആണ്. ജീപ്പിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് സൂസൈഡ് പോയിന്റ് ഒക്കെ. അത്യാവശ്യം അവിടെ ആണെങ്കിൽ അത്യാവശ്യം കല്യാണത്തിനുള്ള ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ട്രിപ്പിന്റെ പ്രത്യേകത പറഞ്ഞാല് ഓടെ നിൽക്കാനും ഇരിക്കാനും ഒന്ന് നേരെ പെട്ടെന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ. മഴയും കാര്യങ്ങളും പെയ്താല് മലന്റെ മേലെ കുടുങ്ങും. ആ സൈഡിൽ തമിഴ്നാട് കൂടി ഉണ്ട് റോഡ് അടുത്ത വ്യൂ പോയിന്റ് പോകാൻ പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ 2 സ്പോട്ടും കാര്യങ്ങളൊക്കെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അടിയിലേക്ക് ഇറങ്ങി. അപ്പൊ അടിയിലെത്തിയപ്പോഴാണ് മഴയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ആയത്. അപ്പൊ അങ്ങനെ നമ്മൾ ബസ് നിർത്തിയെടുത്തേക്ക് തന്നെ എത്തി. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ 2 ഫുഡ് ഐറ്റംസ് ഉണ്ടായിനി. നമുക്ക് സാധാ ചോറും ബിരിയാണിയും ഉണ്ടായിനി. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് ഏത് മെനു ആണെങ്കിലും തിരഞ്ഞെടുക്കാൻ. അപ്പൊ ഞാൻ ആദ്യം എടുത്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പൊ നോർമൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണ്. കുഴപ്പം ചെയ്യാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ഇനി ഉച്ചക്ക്. അപ്പൊ ഫുഡും കാര്യങ്ങളും കഴിച്ചു കണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡീജും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ പാർട്ട് കിടിലം എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ട്രിപ്പ് പോയതിൽ എനിക്ക് ഏറ്റവും മുതലായ സംഭവം പറഞ്ഞത് നമ്മൾക്കടുത്ത കുന്നേരാൻ പോയപ്പോഴാണ്. എക്സ്പീരിയൻസ് തന്നെ അറിയാം എക്സ്പീരിയൻസ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.